ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് ഇപ്പോൾ ചെന്നൈ ഭാഗത്തായിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന ഫിഞ്ചൽ ചുഴലിക്കാറ്റ് വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലോട്ട് വരുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 70, 80, 90 കിലോമീറ്ററോളം വേഗതയിലാണ് നമ്മുടെ കേരളത്തിലോട്ട് ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് വരാൻ സാധ്യതയുള്ളത്. അതായത് 3-ാം തീയതി 7:30 മണി വരെയും ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 7:30 മണിക്ക് ശേഷമാണ് 3-ാം തീയതി 7:30 മണിക്ക് ശേഷമാണ് നമ്മുടെ കേരളത്തിലോട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് നാഗപട്ടണം, പുതുച്ചേരി ആ ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മുടെ കേരളത്തിലോട്ട് പ്രവേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രവേശിക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ആ പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. അതായത് നല്ല കാറ്റോട് കൂടിയ മഴയാണ് വരുന്നത്. ഏകദേശം ഒരു 70 കിലോമീറ്റർ വേഗതയുള്ള കാറ്റായിരിക്കും നമ്മുടെ കേരള തീരത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ വേഗത വരുന്നത്. ഈ പ്രദേശങ്ങളിൽ ഉള്ള നദികളിലും പുഴകളിലുമുള്ള അടുത്ത് താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാര്യം പെട്ടെന്ന് മഴവെള്ളം വരുന്നത് കൊണ്ട് പുഴകളിലെല്ലാം പെട്ടെന്ന് ജലം ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങളുടെ സമീപത്ത് താമസിക്കുന്നവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഈ വീഡിയോ, ഈ കാണുന്ന ദൃശ്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് പുതുച്ചേരി ഭാഗത്തു കൂടി ആ കാറ്റ് നമ്മുടെ കേരളത്തിലോട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ആ കണ്ണൂർ ഭാഗത്തോട്ടാണ് ഈ കണ്ണൂർ ആ പ്രദേശത്തേക്കൊക്കെയാണ് ഈ കാറ്റ് വീശുന്നത്. കാറ്റ് വീശുമ്പോൾ തന്നെ അതിനകത്ത് 80 കിലോമീറ്റർ 70 കിലോമീറ്റർ ആകെ വേഗതയിലൊക്കെയാണ് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറഞ്ഞാണ് വരുന്നത്. എന്നാലും കേരള അറബിക്കടലിലെത്തുമ്പോൾ അതിൻ്റെ വേഗതയെന്ന് പറയുന്നത് ഒരു 55-60 കിലോമീറ്റർ വേഗതയിലാണ്. 2-ാം തീയതി 3-ാം തീയതിയാണ് നമ്മുടെ ഈ മഴയ്ക്ക് സാധ്യതയുള്ളത്. 3-ാം തീയതിയാണ് കനത്ത മഴ പെയ്യുന്നത്. കനത്ത കാറ്റും കനത്ത മഴയും പെയ്യുന്നത് 3-ാം തീയതിയോടുകൂടിയാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ബംഗാൾ കടലിൽ ഏകദേശം ഒരു 120 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റിൻ്റെ ഗതി വരുന്നത്. അവിടെ ആ കാറ്റിൻ്റെ വേഗത പിന്നീട് കുറഞ്ഞ് ചെന്നൈ ഭാഗത്ത് വീശിയതിന് ശേഷം ഈ കാറ്റിൻ്റെ വേഗത കുറയുകയും പിന്നീട് വീണ്ടും ആ കാറ്റ് കടലിലോട്ട് തന്നെ വന്നതിന് ശേഷമാണ് വീണ്ടും ശക്തി പ്രാപിച്ച് ഏകദേശം ഒരു 110 കിലോമീറ്ററോളം വേഗതയിൽ അവിടെ നിന്നും ആണ് നാഗപട്ടണം, പുതുച്ചേരി വഴി നമ്മുടെ കേരളത്തിലോട്ട് പ്രവേശിക്കുന്നത്. പ്രവേശിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നാഗപട്ടണം, പുതുച്ചേരി, തിരുവണ്ണാമല, വെല്ലൂർ, ബാംഗ്ലൂർ ആ പ്രദേശത്ത് കൂടെയാണ് നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലോട്ട് ഈ കാറ്റ് വീശാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാലും ശക്തമായ കാറ്റായിരിക്കും വീശുന്നത്. ഒറ്റ ദിവസം കൊണ്ട്, അതായത് 3-ാം തീയതി എന്നുള്ള ഒരു ദിവസം, 3, 4 ആ ഒരു ദിവസം കൊണ്ടാണ് ഈ കാറ്റ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും, അതായത് അറബിക് കടലിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്ന അത്രയും സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടാണ് അത്രയും ദൂരം സഞ്ചരിച്ച് അറബിക്കടലിലോട്ട് വരുന്നത്. ഈ അറബിക്കടലിലോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ന്യൂനമർദ്ദം പ്രാപിക്കുകയാണ്. വീണ്ടും ഒരു ന്യൂനമർദ്ദം അവിടെ അറബിക്കടലിൽ വരുന്നുണ്ട്. ആ വരുന്ന ന്യൂനമർദ്ദം വീണ്ടും ചുഴലിക്കാറ്റായി മാറുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണ്ണൂർ, മലപ്പുറം,
കോഴിക്കോട്, കാസർഗോഡ് എന്നീ പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യും. അത് കാരണമാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.